ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ സാൻസിവേറ, നമ്മൾ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും. സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അത്യാവശ്യം കുറേ മോഡൽസ് ഉണ്ട്. ചെറിയ മിനിയേച്ചർ വെറൈറ്റീസ് ഉണ്ട്. വലുതിൽ തന്നെ 2 ടൈപ്പ് കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഇപ്പം പോട്ടൊക്കെ പൊട്ടി കുറച്ച് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ഉള്ളതിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിനൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ നോക്കി ഇതിൽ ഞാൻ കരിയായിരുന്നു ഇട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പോട്ടിലെ പഴയ പോട്ട് ഈ പൊട്ടിയിട്ട് ദ്രവിച്ച് പോയി പൊട്ടിയതാണ്. അപ്പോൾ അതിനെടുത്ത് മാറ്റി അത് നോക്കണം, എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനെ തിരിച്ചിട്ട് എക്സ്ട്രാ വരുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതിനെ നമുക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളതിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ തിക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് പ്രതിരോധ ശേഷിയുള്ള പ്ലാന്റ്സാണ് ഇതൊക്കെ വരുന്നത്. അപ്പം ഒരു പ്ലാന്റ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പ്ലാന്റും കൂടെ ഇവിടെ എക്സ്ട്രാ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അങ്ങനെയുള്ളതിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി അതേ കണ്ടീഷനിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതിനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ഒരു പോട്ടിനകത്ത് നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേനും കൂടെ ഈ എക്സ്ട്രാ തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കത്തി യൂസ് ചെയ്യാം. എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ ആ നോഡിൽ തന്നെ നമുക്ക് പൊട്ടിച്ച് കിട്ടുന്നതുകൊണ്ട് ഞാൻ കത്തി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് വലിയ പ്ലാന്റാണ്, നമുക്കിങ്ങനെ തന്നെ പോട്ട് ചെയ്യാൻ പറ്റും. ഒരു പോട്ടിലേക്ക് വെച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 3 എണ്ണം വരുന്ന രീതിക്കാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, 3 എണ്ണം വരുന്ന ഒരു പ്ലാന്റ്, അതിലൊരു ചെറിയ തൈയും 2 വലുതും ആയിട്ടുള്ള രീതിക്കാണ് ഞാനിത് എടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ സാൻസിവേറയുടെ ഇത് നടാൻ വേണ്ടിയിട്ട്, ഈ ഒരു പോർഷൻ നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതാക്കുക. അതിൽ ഏറ്റവും അടിയിൽ ഞാൻ കുറച്ച് കരിയില നിറച്ചിട്ടുണ്ട്. ഓക്കെ, കരിയില ഇങ്ങനെ ഒരു അടിയിലത്തെ ഭാഗത്തായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. കരിയിലും കമ്പ് കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ഡ്രെയിനേജ് നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് നല്ല വളക്കൂറുള്ള കുറച്ച് മണ്ണ്, അത് വളരെ കുറഞ്ഞ പോർഷനാണ് ഞാൻ എടുക്കുന്നുള്ളൂ സാൻസിവേറ ആകുമ്പോൾ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആറ്റുമണൽ പൂഴിമണൽ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പോർഷൻ അതെടുക്കും. ഇപ്പോൾ എത്ര നമ്മുടെ വളക്കൂറുള്ള മണ്ണെടുത്തോ അതേ പോർഷൻ തന്നെ നമ്മൾ പൂഴിമണലും കൂടെ ആക്കിയിട്ട് അതിനാദ്യം തന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ എന്ത് മിക്സ് എടുക്കുന്നതിനാണ്, കാരണം അതൊരു ഇച്ചിരി ഈർപ്പമുള്ള മണ്ണായിരിക്കും. അപ്പോൾ പൂഴിമണലും കൂടെ ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് നല്ലൊരു കിട്ടും, ആ ഈർപ്പം ഒന്ന് കുടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചതിന് ശേഷം അത് നമ്മളൊന്ന് ഇതിലേക്ക് താഴത്തെ ലെയറിൽ ഒരു ലെയർ അവിടെ നിറച്ച് കൊടുക്കുകയാണ്. ഞാൻ മിക്സ് ചെയ്യുന്നില്ല, കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. അപ്പോൾ ഈ പൂഴിമണൽ അതിലേക്ക് ചേർത്തിട്ട് ഒരു ലെയർ മണലായിട്ട് നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വേറൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ മെത്തേഡിലാകുമ്പോൾ നല്ല രീതിയിൽ ഡ്രെയിനേജും കിട്ടുന്നുണ്ട്, വളക്കൂറും വേരോട്ടം കിട്ടുന്നുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നന്നായിട്ട് വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് ഒരു ലെയർ ആറ്റുമണൽ ഇതിൽ നിറച്ച് കൊടുക്കുകയാണ്. ഒരു ലെയർ, ചെറിയൊരു ലെയർ, ഒരു ബോട്ടം ലെയറായിട്ട് നിറച്ച് കൊടുക്കുകയാണ്. കുറച്ചൊരു തിക്നെസ്സിനേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ പായൽ എന്ന് പറയുന്ന മതിലേക്ക് കാണുന്ന പായൽ, അത് ഇത് വെക്കുക, വേര് വരുന്ന ആ ഭാഗം. അപ്പോൾ അതിന് വേരോട്ടം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഒരു ലെയർ അത് നിറച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ലെയർ കേട്ടോ, ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു വേരോട്ടം കിട്ടാനുള്ള അവിടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ പറിച്ച് വെച്ചിരിക്കുന്ന ആ സാൻസിവേറയുടെ അത് നമ്മളതിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഓൾമോസ്റ്റ് അത് നന്നായിട്ട് അതിൽ ഇരിക്കുന്നുണ്ട്. ആ പോർഷൻ നീങ്ങാത്ത രീതിയിൽ അവിടെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ സാൻസിവേറ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള പോർഷനിൽ ഇവിടെ നമ്മൾ ഈ ആറ്റുമണലില്ലേ, പൂഴിമണൽ എന്ന് പറയുന്നത്, അത് നമുക്ക് നന്നായിട്ട് ഇവിടെ എല്ലാ പോർഷനിലേക്കും ബാക്കി നിറച്ച് കൊടുക്കുക. അവിടെ വളക്കൂറുള്ള മണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെയർ നമ്മൾ ഇലയുടെ പോലത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ മണ്ണുണ്ടെങ്കിൽ ആ പോർഷൻ നമ്മളൊരു മിക്സായിട്ട് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഞാനത് അതിൽ മിക്സ് ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇതിന് വേരോട്ടം കിട്ടുന്നത്. ഈ ആറ്റുമണലിന് നന്നായിട്ട് അതിനിപ്പം വളക്കൂറൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട്സ് താഴേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇതുപോലെ ചെയ്യുമ്പോഴാണ്. എന്താണെന്ന് വെച്ചാൽ വളം മേളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ താഴേക്ക് അത് നന്നായിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ, ഇതുപോലെ നമുക്കതിൽ വളം അടിയിലേക്ക് മാത്രമാണ് പൂഴിമണലിൽ നിന്ന് അതിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ റൂട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ പായൽ തന്നെ നിറച്ച് കൊടുക്കുക. അപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ക്ലേ ബോൾസ് ഒന്നും ഇടുകയും വേണ്ട, കാണാനും നല്ല രസമായിരിക്കും. പായൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് തന്നെ പരണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുമെങ്കിൽ
അത് കുറച്ച് ഈ ടെറേറിയത്തിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമെങ്കിൽ അത് രസം കേട്ടോ. പക്ഷേ അത് കംപ്ലീറ്റ് നമുക്ക് അങ്ങനെ കിട്ടില്ല. ഈ സ്പോഞ്ച് പോലെയുള്ള ഭാഗങ്ങൾ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അതിലത് ഗ്രോ ചെയ്യുകയും ചെയ്യും. നന്നായിട്ട് സ്പോഞ്ച് പോലെ ഗ്രോ ചെയ്യാനത് അത് മറ്റേ പോലെ വരും. അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്കങ്ങനെ ഒരു ടെറേറിയം സ്റ്റൈൽ കിട്ടണമെങ്കിൽ നമ്മൾ പായൽ നന്നായിട്ട് കാണുന്ന പോലെ തന്നെ ചുരണ്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു ലെയർ സ്പോഞ്ച് പോലെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ പായൽ സ്ട്രൈറ്റ് വെച്ച് കൊടുത്താൽ അതും നല്ല രസമായിരിക്കും. ഇൻഡോറിലൊക്കെ ചെയ്യുമ്പോൾ ക്ലേ ബോൾസിനേക്കാളും ഭംഗിയായിരിക്കും. ക്ലേ ബോൾസ് നല്ലതാണ്, ബട്ട് നമ്മൾ അത്രയും കാശ് കൊടുക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലി വീട്ടിൽ തന്നെ കിട്ടുന്ന ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഭംഗിയാക്കി വെക്കാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് ഇതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നിറച്ച് വെച്ചിരിക്കുന്നതിൽ ഞാനിവിടെ കുറച്ച് പെബിൾസ് എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ നഴ്സറിയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലെ പെബിൾസ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പെബിൾസ് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നത് കുറച്ച് കാണാനൊരു രസത്തിന് വേണ്ടി ഫുൾ കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ക്ലേ ബോൾസിനേക്കാളും റേറ്റ് കുറവാണ് ഈ സാധനത്തിന്. അപ്പോൾ ഈ പെബിൾസ് അതിന് പകരം നമ്മൾ ഇട്ട് കൊടുത്താൽ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും. കാരണം ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു ജംസ് മുട്ടായൊക്കെ വെച്ച പോലത്തെ ആ ഒരു ഭംഗി ഇതിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ നിരത്തി കൊടുക്കാതെ ഇതുപോലത്തെ ഞാൻ ഇവിടെ വേറൊരു കളർ ട്രാൻസീവർ ഇതുപോലെ പൊട്ടി ഇത് സെയിം മെത്തേഡിൽ അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് വെച്ചാൽ ഫുൾ കളർഫുള്ളായിട്ടിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാ സൈഡിലും അതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ ഈ ടൈപ്പ് പോട്ട് നമുക്ക് ഇതുപോലത്തെ ഇൻഡോർ പോട്ടിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എന്തെങ്കിലും നനയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോട്ടിങ് വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ്ലിയായിട്ട് ഹോൾസ് അടിച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇൻഡോർ പോട്ട് നമുക്ക് ഇതുപോലെ തന്നെ അതിലേക്ക് നേരിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഒരു നല്ലൊരു ഇൻഡോർ ഇത് കിട്ടും. അതിന് കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാട്ടോ ഞാൻ ഈ പോട്ടിങ്ങും ഈ രീതിയും കാണിച്ചേ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലേ ബോൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി, കാരണം നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു ലെവലിൽ നിന്നായിരുന്ന സാൻസിവിയറ കാണാനായിട്ട് നല്ല നല്ല രസമായി കണ്ടോ. ഇൻഡോർ വരുമ്പോൾ നമ്മളിതൊക്കെ ഇപ്പോൾ ഞാൻ പോട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വെക്കുമ്പോൾ അത് നന്നായിട്ട് നല്ല രസമുണ്ടാവും അത് കാണാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഇത്. ഇതുപോലത്തെ ഉള്ള ചെറുതൊരെണ്ണമുണ്ട്, ഇത് മിനിയേച്ചറാണ് വരുന്നത്. അതും ഇതുപോലെ പോട്ട് ചെയ്യാനുണ്ട്. ഇത് ഞാനൊരു വേറൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് അതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനൊരു പോട്ടുണ്ട്, ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇവിടെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പോട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു പോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ചളിയൊക്കെ അടിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതുപോലൊരു പോട്ടിലേക്ക് നമുക്കിങ്ങനെ കയറ്റി വെച്ച് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ചെറിയ മിനിയേച്ചർ പോട്ടിലേക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതും രസമായിരിക്കും ഇതുപോലെ കാണാനായിട്ട്. ഓക്കെ, ഇതുപോലത്തെ സ്റ്റാൻഡിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്താൽ പിന്നെ ഈ പോട്ടിന് തന്നെ നമുക്ക് കളേഴ്സ് അടിച്ച് കൊടുക്കാം. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത്, ഒരു റെഡ് കളറൊക്കെ അടിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.